Hi, welcome back to Data Structure and Algorithm. What is data? എന്താണ് ഡാറ്റ എന്ന് പറയുന്നത്? In general, data is any set of characters that is gathered and translated for some purpose, usually analysis. If data is not put into context, it does not do anything to a human or computer. അതായത് ഡാറ്റ എന്ന് പറയുന്നത് കുറേയധികം ക്യാരക്ടേഴ്സാണ്, സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സാണ്. അത് നമ്മൾ കളക്ട് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, നമ്മുടെ എന്തെങ്കിലും ഒരു ഓപ്പറേഷനായിട്ട് നമ്മളതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഓക്കെ, യൂഷ്വലി നമ്മൾ അതിനെന്തിനായിരിക്കും അനാലിസിസിന് വേണ്ടിയായിരിക്കും നമ്മളത് ചെയ്യുക. ഡാറ്റ ഈ ഒരു രീതിയിൽ പ്രോസസ്സ് ചെയ്തില്ലെങ്കിൽ അതുകൊണ്ട് നമുക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ഡാറ്റ നിങ്ങളെ കാണിക്കാം. കുറേയധികം ക്യാരക്ടേഴ്സാണ് ഇവിടെ. അടുത്ത ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇത് കുറേയധികം ക്യാരക്ടേഴ്സാണ്, ഇത് മീനിങ് അല്ല അല്ലേ, ഇതൊരു ഡേറ്റയാണ്. അതായത് ഇതിൻ്റെ അകത്ത് കുറേയധികം ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കാണാൻ സാധിക്കും. പക്ഷേ ഇത് മീനിങ് ഫുള്ളായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഇതൊരു മീനിങ് ഫുള്ളായിട്ട് ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഇത് സ്ട്രക്ചേർഡ് അല്ല. ഇതിനെ ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിനെ ഒരു മീനിങ് ഫുൾ രീതിയിലേക്ക് മാറ്റുന്നു. എന്താണത്? വെൽക്കം ടു കേരള എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെന്തായി മാറി? ഒരു ഡേറ്റയെ ഞാൻ പ്രോസസ്സ് ചെയ്തു, അത് എന്തായി മാറി? ഒരു ഇൻഫർമേഷനായി മാറി. അതായത് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് വേയിൽ ഞാൻ ഓർഗനൈസ് ചെയ്തു എൻ്റെ ഡേറ്റയെ. ഓക്കെ, നമ്മളിവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആദ്യം തന്നെ നമ്മൾ കുറേയധികം ക്യാരക്ടേഴ്സ് കണ്ടു. ആ ക്യാരക്ടേഴ്സിന് നമ്മൾ ഡേറ്റ എന്ന് പറഞ്ഞു. അത് ഓർഗനൈസ്ഡ് അല്ല. അതിനെ എന്താക്കി മാറ്റി? നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നു. പ്രോസസ്സ് ചെയ്ത ശേഷം എന്താക്കി മാറ്റി? അതിനെ ഇൻഫർമേഷനായിട്ട് മാറ്റുന്നു. ഇനി എന്താണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് നോക്കാം. ഇൻ കമ്പ്യൂട്ടർ സയൻസ്, എ ഡേറ്റ സ്ട്രക്ചർ ഈസ് എ ഡേറ്റ ഓർഗനൈസേഷൻ, management and storage format that is usually chosen for efficient access to data. അതായത് കമ്പ്യൂട്ടർ സയൻസിൽ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു സിസ്റ്റമാറ്റിക് വേ ആണ് നമ്മുടെ ഡേറ്റയെ ഓർഗനൈസ് ചെയ്യാനായിട്ടുള്ള സിസ്റ്റമാറ്റിക് വേ ആണ് ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ കുറേയധികം ഡേറ്റ സ്ട്രക്ചേഴ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അറേസ് ഉണ്ട്, ലിങ്ക്ഡ് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാക്സ്, ക്യൂസ്, ഹാഷ് ടേബിൾ, ട്രീസ്, ഹീപ്സ്, ഗ്രാഫ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡേറ്റ സ്ട്രക്ചറിൽ വരുന്നതാണ്. അടുത്ത സെഷനിൽ നമ്മൾ ഡേറ്റ സ്ട്രക്ചറിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.